ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയ പ്രൊഡക്റ്റീവ് ഡേ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. നമുക്കൊരു ക്ലയൻറ്റ് വീട്ടിൽ വന്ന് മെഹന്തി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ റൂം ക്ലീനിങ് ആൻഡ് കുറച്ച് കോൺസ് ഡെലിവർ ചെയ്യാനുമുണ്ട്. ഞാൻ ഓൾറെഡി ഹെന്ന കോൺസ് ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതിപ്പോൾ പെട്ടെന്ന് കസ്റ്റമർ വീട്ടിലേക്ക് വന്ന് മെഹന്തി ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള പേസ്റ്റാണ് ഞാൻ മിക്സ് ചെയ്ത് കോൺസാക്കി വെക്കുന്നത്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്ന പോലെ ഞാൻ പേസ്റ്റ് കൂടുതൽ സ്റ്റോക്കാക്കി വെക്കൂല. ഫ്രഷ് കോൺസ് ചോദിക്കുമ്പോൾ ആ മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ പേസ്റ്റ് മിക്സ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് ഒരു 3 കോൺസ് വരുന്ന പോലെ ആണ് കേട്ടോ. പിന്നെ കസ്റ്റമർ എക്സ്ട്രാ ഒരു കോണും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് ഹെന്ന ആർട്ടിസ്റ്റുകൾക്ക് മനസ്സിലാവും, പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഐഡിയ ഉണ്ടാവില്ല. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പേസ്റ്റിൽ ചെറിയ മണ്ണുണ്ടാവും. അത് കാണാൻ പറ്റില്ല, പക്ഷെ വരക്കുന്ന സമയത്ത് ചെറിയൊരു ഡിഫിക്കൽറ്റി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ സ്ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ പേസ്റ്റ് ഒന്നും കൂടെ സ്മൂത്തായി കിട്ടും. അതിലുള്ള ഡസ്റ്റും മണ്ണും എല്ലാം പോയി കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഡിസൈൻസ് വരക്കുന്നത് നല്ല പെർഫെക്റ്റ്ലി ആയിട്ടുണ്ടാവും. സീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പേസ്റ്റ് കറക്റ്റായിട്ട് ഫ്ലോ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സീൽ ചെയ്യാറ്. പിന്നെ നമ്മൾ കോൺസ് സീൽ ചെയ്യാറുമുണ്ട്. അങ്ങനെ കോൺസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ആംബ്രീൻ ഹെന്നയിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ നമ്മൾ പേസ്റ്റിൻ്റെ സ്ട്രെയിനിങ് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ കോൺസ് ആക്കട്ടെ. നമ്മൾ വെയിങ് സ്കെയിലും സെലോ ഡിസ്പെൻസറൊക്കെ കാണുമ്പോൾ കുറച്ച് മെസ്സി ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഡെയിലി കോൺസ് മേക്ക് ചെയ്യുന്നതുകൊണ്ട് അതിലത്തെ പേസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ ആയതാണ്. ക്ലയൻറ്റ് കോൺസ് പിക്ക് ചെയ്യാനും വന്നിരുന്നു. പിന്നെ ഞാൻ നെക്സ്റ്റ് വർക്കിന് ഒന്ന് റെഡി ആയതാണ്. ക്ലയൻറ്റ് വീട്ടിലേക്ക് റീച്ചായി. അവരൊരു മിനിമൽ ഡിസൈൻസ് ആണ് ചൂസ് ചെയ്തിരുന്നത്. അതേപോലെ ചെയ്തും കൊടുത്തു. പിന്നെ അവർ എക്സ്ട്രാ കോൺ ചോദിച്ചിരുന്നു, അതും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ടീ ബ്രേക്ക്. ഇനിയിപ്പോൾ റൂം ക്ലീൻ ചെയ്യണം, ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാനുണ്ട്. ഞാൻ യൂഷ്വലി വീക്ക്ലി വൺസ് ബെഡ്ഷീറ്റ് മാറ്റും. എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുക. വേറൊന്നും കൊണ്ടല്ല, വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ചളി പിടിക്കും, അതുകൊണ്ടാണ്. എന്നാൽ ഒരു ചെറിയ ട്രാൻസിഷൻ കണ്ടാലോ? മൈൻഡ് ഒന്ന് പീസ്ഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്സ് വായിക്കാറുണ്ട്. ഇപ്പോൾ വായിക്കുന്നത് ഹാഫ് ഗേൾ ഫ്രണ്ട്. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഒന്ന് വായിച്ച് നോക്കട്ടെ. അങ്ങനെ ഈവനിങ് ആയി. ഇനിയിപ്പോൾ നമ്മളെല്ലാം കേർട്ടൻസ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇന്നത്തെ ഡേ ഒന്ന് ചെറുതായിട്ട് പ്രൊഡക്റ്റീവായിട്ട് തന്നെ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.